ഹായ്, നമുക്കിന്ന് ഒരുമിച്ച് ചോറ് കഴിക്കാം. എനിക്ക് കറി മാങ്ങാച്ചാറുണ്ട്, പിന്നെ പഴുത്ത മാങ്ങാക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ മീൻ, എനിക്ക് ഏറ്റവും ഇഷ്ടം മീനാട്ടോ. ഇറച്ചിയേക്കാളൊക്കെ ഇഷ്ടം മീനാണ്. അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറെടുത്തപ്പോൾ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് ചോറ് കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു മാസം തികയുന്നതിൻ്റെ അന്ന്, ഈ കഴിഞ്ഞ 21-ാം തീയതി ഈ സമയമൊക്കെ ആയപ്പോൾ രണ്ടമ്മമാർ വന്നു. വാതിലിൽ മുട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ജനലിൽ കൂടെ നോക്കി. ഉടനെ ഇവന്മാരെ എൻ്റെ അടുത്ത് പറയുമോടാ നീ ആരാ? അപ്പോൾ ഞാൻ ചോദിച്ചു, താനാരാടോ എന്നോട് എൻ്റെ വീട്ടിൽ കയറിയിട്ട് നീ ആരാടാ എന്ന് ചോദിക്കാം, നീ ആരാടി എന്ന് ചോദിക്കാം. അപ്പോൾ അവന്മാരെന്നോട് പറഞ്ഞു, ഞാൻ ഷിബു ജോസിൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ ഗുജറാത്തിലായിരുന്നു. ഓക്കെ, അതിന് ഷിബു എന്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, കൂട്ടുകാരനായിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചതറിയില്ലേ? കല്യാണം കഴിച്ചത് ഞാൻ കണ്ടു. പിന്നെ 18 വർഷത്തിന് മുമ്പ് ആരോ തലക്കടിച്ചു ഇട്ടു, പക്ഷെ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് വീണതായിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എന്തിനാ അവനെ കൊല്ലാൻ നോക്കിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, തൻ്റെ ഭാര്യ തന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടോടോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, വഴക്കിടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും, കൊല്ലും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അയാൾക്ക് ഭാര്യനെ വേണ്ടാന്ന് തോന്നിയപ്പോൾ അയാൾ പോയിട്ട് എന്തോ ഡ്രാമയൊക്കെ കാണിച്ച് കോടതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് അച്ഛനും അമ്മയില്ലേ? നിനക്ക് ആങ്ങളില്ലേ? നീ അനാഥാലയത്തിനാണോ വന്നേ? നീ എന്താ നിൻ്റെ വീട്ടിൽ പോകാത്തെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിവിടെ കല്യാണം കഴിച്ചിട്ട് വന്നതാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. പിന്നെ ഈ പറയുന്ന അവന്മാരൊക്കെ എന്തിനാണ് എന്നോട് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കണേ? നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നിൻ്റെ പെങ്ങളോ ആണോ ഞാൻ? അല്ലല്ലോ, ഞാൻ നല്ല ഒന്നാന്തരം ഒരു ഭാര്യ ഇവിടുത്തെ ഷിബു ജോർജ് എന്ന് പറയണതിൻ്റെ. ഞങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലാത്തത്, മനസ്സിലായ? അതുവരെ ഞാൻ അയാളുടെ ഭാര്യയും അയാൾ എൻ്റെ ഭർത്താവുമാണ്. ഞങ്ങൾ ഫാമിലി പ്രശ്നങ്ങളുണ്ടാവും, ഞങ്ങൾ തല്ലുപിടിക്കും, ചിലപ്പോൾ ഞങ്ങൾ മിണ്ടും, ചിലപ്പോൾ മിണ്ടില്ല, ഞങ്ങൾ തമ്മിൽ പിരിയും. നിനക്കൊക്കെ എന്താടാ അതിന്? നീയൊക്കെ ആരാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട്? ആ പോട്ടൻ അവിടെ പോയിട്ട് വെറുതെ കോടതിനെ ബോധിപ്പിക്കാൻ വേണ്ടി, ഞാൻ 70% ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് കോടതിയിൽ ഹാജരാകാൻ പറ്റില്ല, പക്ഷേ ഞാൻ ലുലു മോളിൽ പോകും, മെട്രോയിൽ പോകും, വല്ലാർപാടത്ത് ടൂറ് പോകും, ഇതെല്ലാം ഞാൻ ചെയ്യും, പക്ഷേ കോടതിയിൽ മാത്രം ഹാജരാകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഡ്രാമ കളിച്ച് കിടക്കുന്ന വ്യക്തിയാണ്. അതെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനിങ്ങനെ എൻ്റെ ലോകത്ത് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ലോകത്തേക്ക് ഞാൻ അയാളെ ക്ഷണിച്ചതായിരുന്നു, പക്ഷേ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലൊന്നും ഒരട്ടയും കിടക്കില്ല. അത് കഴിഞ്ഞാൽ ചെളിക്കുണ്ടി തന്നെ പോവും. ഇപ്പം തന്നെ പോയി കിടക്കണണ്ടില്ലേ, അവിടെ കിടക്കട്ടെ. ദൈവം എപ്പോഴെങ്കിലും സ്വബോധം തോന്നുമ്പോൾ അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടതോർത്ത് അയാളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. കുറേ നാൾ രാഷ്ട്രീയം കളിച്ച് അക്രമ രാഷ്ട്രീയത്തിലൂടെ സ്വന്തം ജീവിതം ഇങ്ങനെയായി. പിന്നെ ഇപ്പം ആരൊക്കെയോ ഒരു പൊട്ടബുദ്ധികൾ പറഞ്ഞു കൊടുത്ത് പിന്നെയും 2 വർഷം കളഞ്ഞോട്ടെ. അതേ, അവൻ്റെ കൂട്ടുകാരന്മാരാന്ന് പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറാൻ വന്നവന്മാരോട് ഞാനൊരു കാര്യം പറയാം. നീയൊക്കെ എൻ്റെ അടുത്തേക്ക് വലിയ കളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ ഇപ്പം അറിയാല. കുറച്ച് ചോറ് വെച്ചോണ്ട് കേട്ടോ. നീയൊക്കെ നിൻ്റെ ഭാര്യയുടെയും നിൻ്റെ അമ്മയുടെയും നിൻ്റെ അപ്പങ്ങളുടെയും നിൻ്റെ മക്കളുടെയും കാര്യം അന്വേഷിച്ചെടുക്കാം. ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾക്കറിയാം. നാണമില്ലാണ്ട് ഇനി മേല എൻ്റെ അടുത്തേക്ക് കളിക്കാൻ നിൽക്കരുത്. പിന്നെ നാണം കെട്ട ചില പരിപാടികളൊക്കെ ചെയ്തു തന്നിരിക്കും. വല്ല വണ്ടി ഇടിപ്പിച്ചു കൊല്ലേ, വല്ല ആസിഡ് ഒഴുക്കി, അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണല്ലോ.
റോട്ടിൽ കൂടെ വരുമ്പോൾ വല്ല കത്തിക്ക് കുത്തേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആണത്തില്ലവന്മാരാണ്. അങ്ങനെയൊന്നുമല്ല ചെയ്യട്ടെ, നേർക്ക് നേർക്ക് ഫൈറ്റ് ചെയ്യണം. ഞാനൊരു പെണ്ണാ, നീയൊക്കെ ആണാണെങ്കിൽ നേർക്ക് നേർക്ക് കളിക്കാൻ തന്നെ. മേല എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ അടുത്തുനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാ, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാ. ഞാൻ കോടതിയുടെ ഓർഡർ പ്രകാരം ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ച ആളുകളാണ്. ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഭാര്യയും ഭർത്താവ് അല്ലാതെ മാറുള്ളൂ. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചോളാം. നീയൊന്നും ഇങ്ങോട്ടിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നീയൊക്കെ ചെയ്താണ് ഒരുത്തനെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ ഇട്ടിട്ട് ഈ കളി കളിക്കാനായിട്ട് വന്നേക്കണേ. അതൊരു പൊട്ടൻ, ഇതുവരെയും ബുദ്ധി ഉദിച്ചിട്ടില്ല. ഞാൻ ചോറേ കഴിക്കട്ടെ. പിന്നെ ഈ വന്നവന്മാർക്ക് സംശയം ഞാൻ എങ്ങനെയാണ് ജീവിക്കണേന്ന്. നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളൊക്കെ എങ്ങനെയാണ് ജീവിക്കണേ അതേപോലെ തന്നെയാണ് ഞാൻ ജീവിക്കണേ. നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും പിഴച്ചാ ജീവിക്കണമെങ്കിൽ ഞാൻ അതേപോലെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല. ഞാൻ ഒന്നാന്തരമായിട്ട് ജോലി ചെയ്തിട്ട് തന്നെ ജീവിക്കണം. അമ്മമാർക്ക് അറിയേണ്ടവർക്ക് ഒരു കാര്യം, എൻ്റെ ചിലവ് എങ്ങനെയാണ് കഴിയണേന്ന്. അന്നാ കൊണ്ടുവന്ന് ഒരു 50 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. നീയൊക്കെ എൻ്റെ ചിലവ് അന്വേഷിച്ച് കിടക്കുമല്ലേ, നാണം ഉണ്ടോ? കുറേ തെണ്ടികൾ ഇറങ്ങിയേക്കോ. അയ്യോ ചോറ് തണുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും തന്നെയുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചാൽ അവളെന്തായിരിക്കും ഒറ്റയ്ക്ക് താമസിക്കണേ? എന്തോ ഉണ്ട്. ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്താൽ അവളെന്തായിരിക്കും ഡിവോഴ്സ് ചെയ്ത എന്തോ കാര്യമുണ്ട്. അയ്യോ അവളെന്താ ഇന്ന് അങ്ങനെ നോക്കിപ്പോയേ ഇങ്ങനെ നോക്കിപ്പോയേ. നിനക്കൊക്കെ എന്തിൻ്റെ വട്ട? ഒരു പുരുഷൻ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് അവസരമുണ്ടെങ്കിൽ സ്ത്രീക്കും ഒറ്റയ്ക്ക് താമസിക്കാൻ അവസരമുണ്ട്. ഈ ലോകത്ത് സ്ത്രീയും പുരുഷനും കൂടി കൂടിയതാ ലോകം. അപ്പോൾ അവനവരുടെ ഇഷ്ടത്തിന് ജീവിക്കും. ഞാനും പിന്നെ എൻ്റെ ഭർത്താവായ ആ മനുഷ്യനും അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഈ ലോകത്ത് എല്ലാവർക്കും അവനവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. അതിൽ നീ എന്തിനാണ് ഇവിടെ നിൽക്കണേ, നീ എന്തിനാണ് അവിടെ നിൽക്കണേ, നീ എന്തിനാണ് അവനോട് അങ്ങനെ പറഞ്ഞത്, നീ എന്തിനാണ് ഇങ്ങനെ ഈ പറയണ അവന്മാരൊന്നും ഇത് ചോദിക്കാൻ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ചോദിക്കാനായിട്ട് നീയൊക്കെ പാപ്പാൻ വേല ചെയ്തിട്ട് വീട്ടിൽ വളർത്തണ പട്ടികളുണ്ടല്ലോ, അവളുമാരോട് പോയി ചോദിച്ചാൽ മതി. എൻ്റെ അടുത്തേക്ക് വലിയ കളിക്കാൻ നിൽക്കരുത് കേട്ടോ. വന്ന് കളിച്ചവന്മാർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം കോരി ഞാൻ ഒഴിച്ചങ്ങോട്ട് വിടും. നിൻ്റെയൊക്കെ ഭാഗ്യം അന്ന് എൻ്റെ അടുത്തുനിന്ന് നല്ല പണി കിട്ടാതെ പോയത്. അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചോളൂ കേട്ടോ. ഞാനും ചോറ് കഴിക്കട്ടെ കേട്ടോ.